ചെടി പൂവിടുന്ന ഒരു സമയത്താണ് പച്ചമുളകിന് കൂടുതലായിട്ട് കാൽസ്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെടി വിത്ത് മുളപ്പിക്കുന്ന ടൈമിൽ വിത്ത് 2 ഇല പ്രായത്തിൽ നമ്മൾ മാറ്റി നടുന്ന ടൈമിലൊക്കെ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കാൻ വേണ്ടി മണ്ണ് ആദ്യം കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതേ രൂപത്തിൽ ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അടിക്കടിയായിട്ട് ചോദിക്കുന്നതാണ് ഈ പച്ചമുളക് കൃഷിയിലുള്ള രോഗങ്ങൾ, വെച്ചാൽ മഞ്ഞളിപ്പ് രോഗം, അതേപോലെ തന്നെ മുരടിപ്പ് രോഗമൊക്കെ. അപ്പോൾ ഇതൊക്കെ വരാനുള്ള കാരണം എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ പച്ചമുളക് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പ് നല്ല രീതിയിൽ തന്നെ പച്ചമുളക് കൃഷി വീട്ടിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് മാത്രമാണ് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യുന്നത്, പച്ചമുളകില്ല. അപ്പോൾ ഈ രോഗങ്ങളെ തടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്നുള്ളത്, നമ്മൾ കറക്റ്റായിട്ട് വളപ്രയോഗം ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളെ തടുക്കാൻ വേണ്ടി പറ്റും. ഈ മഞ്ഞളിപ്പ് രോഗം, അതേപോലെ തന്നെ മുരടിപ്പ് രോഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് പച്ചമുളക് കൃഷിയിൽ. കാരണം ഈ വളപ്രയോഗം നമ്മൾ കറക്റ്റാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഡെഫിഷ്യൻസി വരുന്നത് നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലത്തെ ഡെഫിഷ്യൻസി നമ്മളെ ചെടിയിലാച്ച മുരടിപ്പ് രോഗം, അതേപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗം, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നാടൻ വിത്ത് സെലക്ട് ചെയ്യുക. കാരണം നാടൻ വിത്തിന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, പെട്ടെന്ന് വിലങ്ങനെ രോഗങ്ങളൊന്നും വരില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഹൈബ്രിഡ് വിത്താണെന്നുണ്ടെങ്കിൽ അതിന് രോഗപ്രതിരോധ ശേഷി കുറവാണ്, പെട്ടെന്ന് രോഗങ്ങൾ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ വളപ്രയോഗമാണ് എന്നുള്ളത്. ആ ചെടി നമ്മൾ ആദ്യം നടുന്ന ടൈമിൽ തന്നെ നമ്മൾ ജൈവ വളങ്ങൾ, ചാണകപ്പൊടി, അങ്ങനത്തെ ജൈവ വളങ്ങൾ ഇട്ടിട്ട് സൂപ്പർ മീലൊക്കെ ഇട്ടിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇടവേളകളിലായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിർബന്ധമാണ്, പ്രത്യേകിച്ച് പച്ചമുളക് കൃഷിക്ക്. എല്ലാ ചെടികൾക്കും ഈർപ്പം വേണം. അപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, കറക്റ്റായിട്ട് വെള്ളം കൊടുക്കണം, ഈർപ്പം കൊടുക്കണം. അപ്പോഴാണ് ഈ വളങ്ങളൊക്കെ കറക്റ്റ് തണ്ടിലൂടെ ഒക്കെ വലിച്ചെടുത്തിട്ട് എല്ലാ ശീലങ്ങളിലേക്കും ഇലകളിലേക്കും ഒക്കെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തിക്കുമ്പോൾ മാത്രമേ രോഗങ്ങൾ വരാതെ, ഓരോരോ ഡെഫിഷ്യൻസി വരാതെ ചെടികൾ നല്ല ഉഷാറായിട്ട് ആരോഗ്യത്തോടു കൂടി വളരുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പച്ചമുളക് കൃഷിയിൽ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ നൈട്രജൻ പ്രത്യേകിച്ച് നമുക്ക് ദീർഘകാല വിളവ് കിട്ടുന്ന പച്ചമുളക് ഇനങ്ങളുണ്ടല്ലോ, പല ഇനങ്ങളും നമ്മൾ ദീർഘകാല 5 വർഷം 8 വർഷമൊക്കെ ആയിട്ട് ഒരു ചെടിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കറക്റ്റ് ഇടവേളകളിൽ നമ്മൾ നൈട്രജൻ വളം കൊടുക്കുക. അപ്പോൾ ഈ നൈട്രജൻ വളം നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, നമുക്ക് ഈ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ജൈവ സ്ലറികൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടൊക്കെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ആഴ്ചപ്പോൾ നൈട്രജൻ കൂടുതൽ അടങ്ങി നമ്മൾ പച്ചച്ചാണകം കലക്കിയിട്ടുള്ള സ്ലറി ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒട്ടുമിക്ക സ്ലറികളിലൊക്കെ നൈട്രജൻ കൂടുതലായിരിക്കും. അതേപോലെ ജൈവ കമ്പോസ്റ്റ് വളങ്ങളിലൊക്കെ നൈട്രജൻ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചുവട്ടിലിട്ട് കൊടുത്തിട്ട് ജൈവ അടിവളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സ്ലറികളാക്കിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊക്കെ ഒഴിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് നൈട്രജൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ചെടികൾ വളർച്ചയിലെത്തും. അപ്പോൾ പച്ചമുളകൊന്നും നമ്മൾ കായ്ക്കാൻ വേണ്ടി കൂടുതൽ കാലം നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ തന്നെ അതിൽ കറക്റ്റ് വളർച്ച കിട്ടുക എന്നുണ്ടെങ്കിൽ അതിൽ പൂവിട്ടിട്ട് നമുക്ക് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ. ഇനി നാലാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാൽസ്യം. അപ്പോൾ നമ്മൾ സെക്കൻഡറി എലമെൻസിലായി ഉപമൂലകത്തിൽ പെട്ടിട്ടുള്ളതാണ് കാൽസ്യം. അപ്പോൾ ഈ കാൽസ്യം പച്ചമുളകിന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇലകളിൽ മഞ്ഞളിപ്പ് വരും, ഇലകളിൽ കുരുടിപ്പ് വരും. ഇനിയിപ്പോൾ പൂവ് ഇട്ട് കഴിഞ്ഞ് കായ് ആയി കഴിഞ്ഞാൽ കായ് കരിഞ്ഞു പോകും, കായിൻ്റെ മൂട് പച്ചമുളകിൻ്റെ അടിഭാഗത്തൊക്കെ കരിച്ചിൽ വരും, ഇലകളിൽ കരിച്ചിൽ വരും. അപ്പോൾ കാൽസ്യം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടണം. അത് വെച്ചാൽ പച്ചമുളക് ചെടികൾക്ക് കറക്റ്റായിട്ട് കാൽസ്യം കിട്ടണം. അത് കൂടുതലായിട്ട് കിട്ടേണ്ട എപ്പോഴാണ്, ചെടി പൂവിടുന്ന ഒരു സമയത്താണ് പച്ചമുളകിന് കൂടുതലായിട്ട് കാൽസ്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെടി വിത്ത് മുളപ്പിക്കുന്ന ടൈമിൽ വിത്ത് 2 ഇല പ്രായത്തിൽ നമ്മൾ മാറ്റി നടുന്ന ടൈമിലൊക്കെ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കാൻ വേണ്ടി മണ്ണ് ആദ്യം കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതേ രൂപത്തിൽ കാൽസ്യം കൊടുത്തിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുടങ്ങാതെ മാസത്തിൽ ഒരു തവണ കണ്ടിന്യൂ ആയിട്ട് നമ്മളൊരു 2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ ലേശം വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രോ ബാഗിൻ്റെ ചുറ്റിലായിട്ട്, ആഴ്ചയിൽ നേരെ തണ്ടിലല്ല ചുറ്റിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി പൗഡർ രൂപത്തിൽ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിലും അതേ രൂപത്തിൽ തന്നെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കാൽസ്യം കൊടുക്കുക. അത് ഇനി കുമ്മായാണെങ്കിലും ഡോളോമേറ്റ് ആണ്, എങ്ങനെയാണെങ്കിലും നമ്മൾ കാൽസ്യം കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ചെടിയിൽ തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത 5ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന
ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ ചെടിക്കും ഒരേപോലെ തന്നെ ആണെന്നുണ്ട് പച്ചമുളക് കൃഷിക്കൊന്നും പ്രത്യേകതയാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ തണ്ടിലേക്കും കാര്യത്തിലേക്കും ഒക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളല്ല പച്ചപ്പോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൃഷിക്ക് നമ്മളെ മഗ്നീഷ്യം സൾഫർ അയച്ച സെക്കൻഡറി എലമെന്റ്സിൽ പെട്ടിട്ടുള്ള ബാക്കി 2 എണ്ണം, ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞല്ലോ കാൽസ്യം. അപ്പോൾ ഈ സെക്കൻഡറി എലമെന്റ്സിൽ പെട്ടിട്ടുള്ള 3 എണ്ണം നമ്മളെ പച്ചമുളക് കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. എല്ലാ കൃഷിക്കും വളരെ പ്രാധാന്യമാണ്, എങ്കിലും പച്ചമുളക് കൃഷിക്ക് അത് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫർ നമുക്ക് എങ്ങനെ ജൈവ രൂപത്തിൽ കൊടുക്കാം? എപ്സം സാൾട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് പച്ചമുളകിനും തക്കാളിക്കും ഒക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ 2 to 5 ഗ്രാം, ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാം എടുത്താൽ മതി. ഇപ്പോൾ ഒരു അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ഗ്രാം വരെ നമ്മൾ എപ്സം സാൾട്ട് ഒരു ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചുവട്ടിൽ തണ്ടിൽ വിട്ടായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഈ കലക്കുന്നത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കട്ടോ. കലക്കിയിട്ട് എല്ലാം കൂടി ഒരു ചെടിയിൽ തന്നെ ഒഴിക്കണം എന്നില്ല, 2-3 ചെടിയിൽ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് ഒരു ചെറിയ സ്പൂണിൽ എടുത്തിട്ട് ചുറ്റിലായിട്ട് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മറ്റു ജൈവ വളങ്ങളൊക്കെ ശിഖരങ്ങളിലേക്കും അതേപോലെ തണ്ടിലേക്കും ഇലകളിലേക്കും ഒക്കെ എത്തുക. അപ്പോഴാണ് കറക്റ്റായിട്ട് രോഗങ്ങൾ വരാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പൂവിടാനുള്ള ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടല്ലോ, അത് നമ്മളൊരു മാസത്തിൽ ഒരിക്കൽ നമ്മൾ 2 ml അല്ലെങ്കിൽ 3 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഒക്കെ നമ്മളൊരു മാസത്തിൽ 1 തവണ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ, അതേപോലെ പൂവിട്ടിട്ട് നമ്മൾ കായ് കറക്റ്റ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല രീതിയിൽ നമ്മൾ കായ്ഫലം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ ഈ പൊട്ടാസ്യം നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ജൈവ രൂപത്തിൽ? അയച്ചാൽ ഒന്നെങ്കിൽ ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ, അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം കമ്പോസ്റ്റ് ആക്കിയിട്ടോ, അല്ലെങ്കിൽ ബയോ പൊട്ടാഷ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് പൊട്ടാഷ് വളം നമുക്ക് മണ്ണിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ മണ്ണിൽ ഈർപ്പം വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിവളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പൊതട്ട് കൊടുക്കുക. കാരണം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈർപ്പം നിലനിർത്താൻ പറ്റുന്നില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നനയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നനയ്ക്കുന്ന ടൈമിൽ നമ്മൾ പൊതട്ട് കൊടുക്കുക. അപ്പോൾ ഈർപ്പം എന്തായാലും മണ്ണിലുണ്ട് എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കഴിച്ചാൽ നമ്മൾ ഈ ചെടി തളിരല വരുന്ന ടൈമിലാണ് നമ്മൾ ഈ കുമിൾ രോഗങ്ങൾ വരാഴ്ച ഫംഗസിന്റെ ആക്രമണം വരാം. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവ രൂപത്തിൽ സ്യൂഡോമോണസ് ഉണ്ടല്ലോ, സ്യൂഡോമോണസ് പൗഡർ ആണെങ്കിൽ 20 ഗ്രാം, ലിക്വിഡ് ആണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ആഴ്ചയിലോ 1.5 വിട്ടിട്ടോ 4 ദിവസം കൂടുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടിഭാഗത്തൊക്കെ ആയിട്ട്. അതിന് യാതൊരുവിധ ദോഷമില്ല, പൂർണ്ണമായിട്ട് ജൈവമാണ്, ജൈവ രൂപത്തിൽ ഒരു ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ് കേട്ടോ. അതേപോലെ നമ്മൾ മണ്ണിലും കൊടുക്കാം. മണ്ണിലും നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോഴോ 10 ദിവസം കൂടുമ്പോഴൊക്കെ ബാക്കിയുള്ളത് നമുക്ക് മണ്ണിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് മറ്റു എന്തെങ്കിലും സൂക്ഷ്മജീവാണു വളങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടുക, ഒരു 15 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇടുക. ഇലകളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 2-3 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമുക്ക് വേറെ എന്തും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സ്യൂഡോമോണസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രത്യേകം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ സ്യൂഡോമോണസ് ആയിക്കോട്ടെ ജൈവ രൂപത്തിൽ കീടനാശിനി ആയിക്കോട്ടെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകണം. അപ്പം മാത്രമല്ല ഒരു പ്രാവശ്യം മാത്രം ചെയ്തത് കൊണ്ട് അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ ഈ കീടശല്യം പക്ഷേ വെള്ളീച്ചൻ്റെ ആക്രമണമൊക്കെ കൂടുതലായിട്ട് നമ്മൾ പച്ചമുളകിൽ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വൈറസ് രോഗമായിട്ടൊക്കെ മാറും. അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ആഴ്ചയിലും മുടങ്ങാതെ നിങ്ങൾക്ക് എന്നാണോ ലീവ്, നിങ്ങൾ അതിനൊരു ദിവസം വെക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്നാണോ ഒരു ലീവൊക്കെ ഉള്ള വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസം അത് നമ്മൾ സെലക്ട് ചെയ്യുക. ചിലർക്ക് സൺഡേ ആയിരിക്കും, ചിലർക്ക് മറ്റു ദിവസങ്ങളായിരിക്കും. അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ദിവസങ്ങൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മളൊരു 20 ml വേപ്പെണ്ണ എടുക്കുക, അതുപോലെ 20 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, ഒരു ലേശം ലിക്വിഡ് സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾ അടിഭാഗത്തും മേൽഭാഗത്തൊക്കെ കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അടിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ ഇങ്ങനത്തെ കീടശല്യങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മളെ ചെടിയിൽ വരില്ല, നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്യൂഡോമോണസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ഒരു 4-5 ദിവസത്തിലൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാതെ വെച്ചാൽ 10 ദിവസം കൂടുമ്പോഴെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് ചെടി, ഇപ്പോൾ പച്ചമുളക് മാത്രമല്ല ഏത് ചെടിയാണ് തളിരല വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക കേട്ടോ. എല്ലാ കീടങ്ങളതും അതേപോലെ തന്നെ നമ്മളെ ഫംഗസിൻ്റെയും ഇതിൻ്റെ ഒക്കെ ആക്രമണമാണ്. അപ്പം ഇത് നമ്മൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ചെടി നോക്കുക, ഇനി ഡെയിലി നോക്കിയിട്ടില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടി നോക്കുന്നത് നമുക്കറിയാമല്ലോ, തളിരല വരാൻ നിൽക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ ഇതിലേക്ക് വലിങ്ങനെ രോഗങ്ങളോ അതേപോലെ കീടശല്യങ്ങളോ വലിങ്ങനെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 2 ദിവസം എനിക്ക് വന്ന കമൻറ്റിനോ അതേപോലെ വാട്സാപ്പിൽ വന്ന മെസ്സേജിനോ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒന്നാമത്തെ ജോലി തിരക്ക് കാരണം, രണ്ടാമത്തെ നല്ലൊരു അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൂടെയൊക്കെ. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക എനിക്ക് കഴിയുന്ന അത്ര ആൾക്കാർക്ക് ഞാൻ കമൻറ്റിലും അതേപോലെ വാട്സാപ്പിലും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്